ഇന്നൊരു മടക്ക് ചപ്പാത്തിയുടെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണല്ലേ ഉരുളക്കിഴങ്ങ്? അതെ, ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് നമ്മളിന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് നന്നായിട്ട് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് ഉപ്പും കുറച്ച് ഗോതമ്പ് പൊടിയും പിന്നെ ഇതിലേക്ക് കുറച്ച് ഓയിലും ഒഴിച്ച് നന്നായിട്ട് ചപ്പാത്തിയുടെ പരുവത്തിലും കുഴച്ചെടുക്കാം. നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതിൽ ഉരുളക്കിഴങ്ങില്ല ആ ഒരു ഇതുകൊണ്ട് തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ പറ്റും. അങ്ങനെ മാവെല്ലാം കൂടി കുഴച്ചെടുത്ത് അങ്ങനെ ഒരു ഉരുളയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഓരോ ചെറിയ ഉരുളകളാക്കി എടുക്കാം നമുക്ക്. അങ്ങനെ എല്ലാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. കുറച്ച് ഗോതമ്പൊടിയിൽ മുക്കി റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. അങ്ങനെ റൗണ്ട് ഷേപ്പിലൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് തടകി കൊടുക്കാം. ഒരുപാട് ഓയിൽ വേണ്ട, കുറച്ച്. ഇനി ഇത് നമുക്ക് ഒന്ന് മടക്കിയെടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി ഒരു സ്ക്വയർ ഷേപ്പാക്കി മടക്കിയെടുക്കാം. അങ്ങനെ സ്ക്വയർ ഷേപ്പായിട്ട് മടക്കിയെടുത്ത് ഇനി അതും കുറച്ച് പൊടിയിൽ മുക്കിയെടുത്തിട്ട് അതും പരത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ മടക്ക് ചപ്പാത്തി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്ത് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി അതിലേക്കിട്ട് കുറച്ച് ഓയിലും തടയി കൊടുത്ത് നമുക്ക് മൊരിയിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മടക്ക് ചപ്പാത്തി ഇവിടെ തയ്യാറായി. നല്ല ലെയറായിട്ട് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ചപ്പാത്തി എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം നമുക്ക് എന്ത് കറി വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ പറ്റും, അത്രയ്ക്ക് സ്വാദാണ്. അപ്പം ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.